ഹലോ. ഈ അമ്പല ദർശനം എന്നും എൻ്റെ അമ്മയുടെ ഒരു വീക്ക്നെസ്സാണ്. ഇത്തവണ നമ്മൾ സ്റ്റേറ്റ് വിട്ട ഒരു അമ്പല ദർശനത്തിനാണ് പോകുന്നത്. ഈ ബോർഡുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ കേരളം കടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അമ്മയുടെ ഷഷ്ടി വ്രതത്തോടു കൂടെ തന്നെ തമിഴ്നാട്ടിലുള്ള കുമാരകോവിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. പോകുന്ന വഴി കണ്ട ഈ മലകളും വാഴത്തോട്ടമൊക്കെ അതിമനോഹരമായിരുന്നു. ഒരു അടിപൊളി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ ആയിരുന്നു പോയത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ സൈഡിലൊരു അമ്മുമ്മ തട്ടവും പൂക്കളും ഒക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. അവിടുന്ന് അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ തട്ടവും പൂക്കളും ഒക്കെ മേടിച്ച് നേരെ അകത്തേക്ക് ദർശനത്തിന് പോയി. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പറയേണ്ടത് തന്നെയാണ്. അന്ന് ഇത്രയും പണ്ട് ഈ കരിങ്കല്ലിൽ ഇത്രയും മനോഹരമായിട്ടൊരു അമ്പലം കെട്ടുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ചെന്നപ്പോഴത്തേക്കും കല്യാണം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവിടുത്തെ മെയിൻ എൻട്രൻസ് വരുന്നത്. അവിടെ ഒരു 10-45ഓളം പടികൾ വരുന്നുണ്ട്. ആ ഫ്രണ്ടിൽ കാണുന്ന കൽമണ്ഡപത്തിലാണ് കുട്ടികളുടെ മുടിയൊക്കെ എടുക്കുന്നത്. ദേ ഒരു മൊട്ടക്കുട്ടനെ കണ്ടില്ലേ ചന്ദനമൊക്കെ പൂശി നിൽക്കുന്നത്. പിന്നെ ഇവിടെ എവിടെ തിരിഞ്ഞാലും ഈ വാനരന്മാരാണ് കേട്ടോ. തക്കം കിട്ടിയാൽ നമ്മുടെ കയ്യിലുള്ള പഴം എടുത്തുകൊണ്ടോ. അപ്പോൾ വന്ന മെയിൻ കാര്യം ഞാൻ പറഞ്ഞില്ല. അമ്മയ്ക്ക് പാൽക്കാവടി എടുക്കാനാണ് നമ്മൾ ഈ മുരുകൻ കോവിലിൽ വന്നിട്ടുള്ളത്. അങ്ങനെ കാവടിയൊക്കെ എടുത്ത് നമ്മുടെ നേർച്ചയൊക്കെ കഴിഞ്ഞ് ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് മണ്ടക്കാടാണ്. മണ്ടക്കാട് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ വരുന്നുണ്ടായിരുന്നു. പറഞ്ഞു തീരും മുന്നേ മഴ എടുത്തൊഴിച്ചു. നേരെ നമ്മൾ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി. ചെന്നതും നട അടച്ചതും ഒരുമിച്ചായിരുന്നു. അതിൻ്റെ അടുത്ത് ഒരു ചായക്കടയിൽ കിട്ടുന്ന ഈ ഒരു തൈര് വടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ആഴിമലയാണ് കേട്ടോ പോയിട്ടുള്ളത്. പോകുന്ന വഴി ഈ ഒരു ഉച്ചക്കടയും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കോഴി കുഞ്ഞുങ്ങളും മലക്കറി എല്ലാം കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ വിഗ്രഹവും കടലും ആ കപ്പലും കൂടെ ഒരുമിച്ച് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മൾ എല്ലാവരും കൂടെ അവിടെ ചിലവഴിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വരുന്ന വഴി ആര്യ പാർക്ക് എന്നാണെന്ന് തോന്നുന്നു കയറി നല്ല അടിപൊളി വെജ് താലി മീൽസ് കഴിച്ചു. അപ്പൂപ്പനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അവിടുത്തെ താലി മീൽസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 140 റുപ്പീസിന് വേർത്തായിരുന്നു.